ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ്. വീഡിയോ എടുത്തു വെച്ചു എന്നല്ലാതെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. വെളിച്ചം കാണുമ്പോൾ 7 മണി 8 മണിയൊക്കെ ആ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ എണീക്കണത് നേരത്തെ ആണെങ്കിലും അടുക്കളൻ്റെ ഉള്ളിലേക്ക് അധികം ലൈറ്റ് ഇല്ല കേട്ടോ. ലൈറ്റ് ഇല്ലയെന്ന് വെച്ചാൽ വെളിച്ചം കുറവാണ്. പിന്നെ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതിങ്ങനെ മിന്നി നിൽക്കും. അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശയും ചമ്മന്തിയും ചട്ടണിയും ഉണ്ടാക്കുക വെച്ചിട്ടാണ്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുണി കഴുകാൻ നിൽക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയ്ക്ക് വരുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അടുക്കളയ്ക്ക് നല്ല വെളിച്ചം വരും കേട്ടോ. അല്ല എണീറ്റ് ഉടനെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അധികം വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇൻഷാ അല്ലാ ക്യാമറ ഒക്കെ ശരിയാക്കി നല്ലൊരു ഫോണൊക്കെ വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ദോശ ചുടുന്നതിന് മുന്നേ തന്നെ ചട്നിയും ചമ്മന്തിയും ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതങ്ങോട്ട് ആക്കി വെച്ചാൽ പിന്നെ ദോശ അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ ചുട്ടു കൊടുത്താലും കുഴപ്പമില്ലല്ലോ, നേരം വൈകിയാലും കുഴപ്പമില്ല. ചട്നിയും ചമ്മന്തിയും നമ്മൾ കറികളല്ല ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഫസ്റ്റ് കറി അങ്ങോട്ട് ഉണ്ടാക്കും, പിന്നീടാണ് പലഹാരം ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചായ ഞാൻ കുറച്ച് വൈകിട്ടേ വെക്കുള്ളൂ. എണീറ്റ് ഉടനെ ചായയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ നേരമാകുമ്പോഴത്തേനും അത് ചൂടാറും. പിന്നെ എനിക്ക് രാവിലെ നീച്ചയ്ക്ക് ചായ കുടിക്കണ ശീലമൊന്നുമില്ല കേട്ടോ. ഉണ്ടായിരുന്നു, അത് ഞാനായിട്ട് നിർത്തിയതാണ്. രാവിലെ എണീറ്റ് വൈക്ക് ചായ കുടിക്കുക, അത് കുടിച്ചിട്ടില്ലെങ്കിൽ വയറിനൊരു കളിച്ചായിരുന്നു. പിന്നെ ഞാനത് നിർത്തി. ഇപ്പം പിന്നെ തൈറോയിഡിൻ്റെ ഗുളിക കുടിക്കണോണ്ട് എണീച്ചയ്ക്ക് ആ ഗുളികയല്ലേ കുടിക്കുക. അതുകൊണ്ട് പിന്നെ ചായയുടെ അതൊക്കെ ഞാൻ തന്നെ നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചായയുടെ പലഹാരം കഴിക്കുമ്പോൾ ഒരു 1.5 ഗ്ലാസ് ചായ. പിന്നെ വൈകിട്ട് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല. ചിലപ്പോൾ നല്ല എണ്ണക്കടിയൊക്കെ ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് ചായ കുടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചായ കുടി മിക്കതും ഞാൻ കുറവാക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തി അരക്കാൻ വേണ്ടി പോവാണ്. ചുട്ട മുളകിൻ്റെ ചമ്മന്തി ആയിട്ട് അരക്കണത് ദോശയ്ക്ക്. അപ്പോൾ ഞാനത് ഗ്യാസുമ്മ ചൂടാൻ വേണ്ടി നിൽക്കട്ടോ. ഞാൻ ഇങ്ങനെയായിട്ട് ചുടല്. ചിലർ പാനൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ നമ്മളിങ്ങനെ വറുത്തെടുക്കണ പോലെ എടുക്കും. ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവരപ്പുറത്തെ റൂമിലിരിക്കണം, ഞാൻ ഇപ്പുറത്തെ റൂമിലിരിക്കണം, വാതിലടച്ചിക്കണു. പക്ഷെ എന്നാലും അവർ ഈ ഗെയിം കളിക്കണതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേൾക്കണത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സൗണ്ട് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചുകാന്നിരിക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ദോശ ചുടണ പണിയുള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസമാണെങ്കിൽ എൻ്റെ കിച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് പാരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഇന്ന് ഒരു 2:30 മണിയാകുമ്പോഴത്തേനും ഒന്ന് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഉച്ചറക്കം ഒന്ന് കല്ലത്തായിട്ടോ. എനിക്കാണെങ്കിൽ ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു മാതിരി ഒരു 10 മിനിറ്റാണ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കണ്ണടച്ച് നീച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ക്ഷീണം പോലെ തോന്നും കേട്ടോ. ഈ ഉച്ചറക്കം എന്നുള്ളത് ഞാൻ ആദ്യമൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ ആയതിനു ശേഷം ആണ് ഞാൻ ഉച്ചറക്കം ഞാൻ ശീലാക്കിയത് കേട്ടോ. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ് സമയത്ത് ഈ രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പകൽ കടന്ന് അങ്ങനെ ഉറങ്ങിയിട്ട് അങ്ങനെ ശീലാക്കിയതാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ ആ ഒരു ശീലം ഒരു ദിവസം കൊണ്ട് മുടങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഉച്ചക്ക് ഉറങ്ങാത്ത ദിവസം രാത്രി ഞാൻ നേരത്തെ കടന്നുറങ്ങില്ല, നേരത്തെ ഉറക്കം വരും. ഞങ്ങൾ പൊതുവേ രാത്രി കിടക്കുമ്പോൾ എങ്ങനെയും 12 മണി 12:30 ആവും കേട്ടോ. അതിനിപ്പോൾ എത്ര നേരത്തെ കിടക്കാൻ നോക്കിയാലും കിടക്കുന്ന സമയം ആ ഒരു ടൈമിലേക്ക് എത്തും. അതെന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ നേരത്തെ കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഒരു 10 മണി വരുമ്പോൾ 10 മണിയാവും. വന്നു കഴിഞ്ഞ് വേഗം ചോറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ വേഗം കഴിയും. പക്ഷെ കിടക്കണ ആ ഒരു ടൈം എങ്ങനെ ഒരു 12 മണിയൊക്കെ ആവും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിൽ ദോശ ചൂടലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ തുണികൾ ഞാൻ രാവിലെ കഴുകിയിട്ടത് തുണികൾ തോരട്ടിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു മഴപ്പാറ്റൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കട്ടെ വെയിലുണ്ടോ എന്ന് നോക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചതാട്ടോ. പിന്നെ നോക്കിയപ്പോൾ പൊട്ടിത്തെറിക്കണ വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചിട്ടിട്ടാണ് ഞാൻ പിന്നെ വന്നത്.
അങ്ങനെ പിന്നെ കിളികൾക്കൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ നിന്ന്. ഇപ്പം മെയിൻ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവർക്ക് തീറ്റ കൊടുക്കുക, വെള്ളം കൊടുക്കുക, അതൊക്കെ എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമായിട്ട് ഈ രാവിലെ തന്നെ കിളികളുടെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീക്കന്നെ ചെയ്യുക. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കൽ തുടങ്ങും കേട്ടോ. വെളിച്ചടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ സൗണ്ട് ഉണ്ടാക്കൽ തുടങ്ങും. അപ്പോൾ പിന്നെ എനിക്ക് റൂമിലേക്ക് കേൾക്കാം വരെ സൗണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം എണീക്കും. വന്നു കഴിഞ്ഞാൽ വേഗം പിന്നെ ഒന്ന് വന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കുള്ള തുളസിയിടലൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. അവർ തുളസിയിടൽ നല്ല കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ 10 മണിയിലൊക്കെ അതാ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇക്ക എണീറ്റു. ഞങ്ങൾ കഴിക്കായിരുന്നു. അതിന് മുന്നേ മക്കൾ രണ്ടാളും കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇക്കയുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കും. ഗുളിക കഴിക്കണോണ്ട് ഭയങ്കര വയറ് കാഴ്ച രാവിലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവരൊക്കെ അതാ 3 മാറ്റി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. 2 സ്കൂൾക്കും ഒരാൾ ഷോപ്പിലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പണികൾ നോക്കാൻ തുടങ്ങി. ഇനി ഉച്ചക്കൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പുറത്തിരുന്ന് നേരാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇരിക്കുന്ന സമയത്ത് അധികം വെയിലുണ്ടായിരുന്നില്ല. പിന്നെ ഇരുന്നതിന് ശേഷം നല്ല വെയിലും ആയിട്ടോ. അപ്പോൾ പിന്നെ അധികം മീനില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കൊഴിയാളയാണ് ഇട്ടൊന്ന് കിട്ടിയിരിക്കണത്. കൊഴിയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ എന്താ പറയുക, അയിലച്ചമ്പാനില്ലേ, അതിനാണ് ഇവിടെ കൊഴിയാളെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ മിക്ക മീനുകൾക്കും പലതരം പേരുകളാണ്. ഇവിടെ വന്ന സമയത്തൊന്നും മീനുകളുടെ പേരുകളൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഒക്കെ പരിചയമായി. എനിക്ക് ഉള്ളിലിരുന്ന് മീൻ നേരാക്കണേക്കാൾ ഇഷ്ടം പുറത്ത് പോയിരുന്ന് മീൻ നേരാക്കാനാണ് കേട്ടോ. ഞാൻ ഇക്കടെ വീട്ടിലാകുമ്പോൾ അതുപോലെ പുറത്ത് ബാക്കിൽ പിന്നിൽ പോയിട്ടൊരു പലകൊക്കെ ഇട്ടിരുന്നിട്ടാണ് ഞാൻ മീൻ നേരാക്കുക. ഉമ്മ കഴിക്കുമ്പോൾ സിങ്കിലിരുന്നിട്ടാണ് കേട്ടോ നേരാക്കൽ. ഞാൻ പുറത്ത് പോയിട്ട് നേരാക്കുള്ളൂ. ആ നേരാക്കുന്ന സമയത്ത് പൂച്ചയും കാക്കിയും ഒക്കെ വരും. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരാക്കുമ്പോൾ ആ ഞങ്ങളുടെ പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ ഒപ്പം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മീൻ മസാല കൂട്ടിയൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോസിൽ ഇപ്പോൾ അധികം കമൻറ്റുകളൊക്കെ കുറവാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇട്ടിരുന്നു. ഇപ്പോൾ ഇടുന്നവരുണ്ട്, സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട്. എല്ലാ വീഡിയോക്കും അടിയിൽ ഞാൻ കമൻറ്റുകൾ വായിക്കുന്നുണ്ട്. ആരാ ഇടണത്, ആരാ കമൻറ്റ് ഇടണത് എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടണം. നിങ്ങളെ കമൻറ്റുകളൊക്കെ നോക്കിയിട്ടാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും ഒക്കെ ഉള്ള ഒരു എനർജി കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് ഇഷ്ടം? കുക്കിംഗ് ആണോ അതോ ക്ലീനിങ് ആണോ ഡേ ഇൻ മൈ ലൈഫ് ആണോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കറിക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, ഞാൻ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് സാമ്പാർ വെക്കും കേട്ടോ. എന്നാലും അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതാ പരിപ്പ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്കൊരു 3-4 ചെറിയുള്ളിയും ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും കേട്ടോ കറിക്ക്. കഷ്ണങ്ങൾ ഞാൻ കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടി ഇനി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ കഴിക്കാനോ ഒക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ക്യാരറ്റാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ മീറ്റിങ്ങിന് പോയി അവരൊപ്പം ഇനി വരുള്ളൂ. അന്ന് ഞാൻ വെയിലത്തുനിന്ന് കയറി വരുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും. അപ്പം എന്നാൽ അതുകൊണ്ടൊരു ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് കരുതി. ഞാൻ ക്യാരറ്റ് വേവിച്ചിട്ടൊന്നല്ല കേട്ടോ ജ്യൂസ് അടിക്കുക. പാലൊഴിച്ച് ഉണ്ടാക്കണമെന്ന് എനിക്കും മക്കൾക്കൊന്നും ഇഷ്ടമല്ല. ഞാനിങ്ങനെ പച്ചക്ക് ഇങ്ങനെ നുറുക്കിയിട്ടിട്ട് അതിലിതാ ഈ ഒരു പുതിനയില, ഞാനിപ്പോൾ പുതിനയില ഉണ്ടാക്കണോണ്ട് എന്ത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും അതിൽ പുതിനയില ഇട്ടിട്ടോ. ഇക്കാർക്ക് പിന്നെ കളിയാക്കാൻ തന്നെ തുടങ്ങിയിരിക്കണം ഈ പുതിനയില എല്ലാത്തിലും ഇട്ടിട്ട് കണ്ടിട്ടോ. അതിട്ടിട്ട് ഞാൻ അങ്ങനെ അടിക്കൽ. പിന്നെ ഒരു ഏലക്കായ ഇടും കേട്ടോ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ജ്യൂസാണെങ്കിൽ സായി കുടിക്കൂല. അപ്പോൾ അവന് കുടിക്കാത്തതുകൊണ്ട് ഞാൻ അവനക്ക് ഐസാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഐസാവുമ്പോൾ അവനിങ്ങനെ കഴിച്ചോളും. മറ്റേത് ജ്യൂസാവുമ്പോൾ അവനക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഇതാവുമ്പോൾ ശരീരത്തിന് നല്ലതുമാണ് മക്കൾക്ക് ജ്യൂസ് ആക്കി കൊടുക്കണതൊക്കെ. അപ്പോൾ ഐസിൻ്റെ രൂപത്തിലാണെങ്കിൽ എങ്ങനെയെങ്കിലും വയറ്റ് പെടുമല്ലോ. അല്ലാതെ അവന് ക്യാരറ്റ് വെറുതെ സുർക്കയിലൊക്കെ ഇട്ടിട്ട് അവൻ തന്നെ മുറിച്ച്, ഇവിടെ ക്യാരറ്റ് വാങ്ങി വെച്ചാൽ കാണാറേ ഇല്ല, പെട്ടെന്ന് തീരുട്ടാ. ഇന്നിപ്പോൾ അവന് കണ്ടിട്ടില്ല തോന്നണത്. വാങ്ങിയിട്ട് ഇപ്പോൾ തലേ ദിവസം കൊടുന്ന് വെച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കണത് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഐസിനുള്ളതും ഞങ്ങൾക്ക് ജ്യൂസിനുള്ളതൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ വേഗം എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇനിയിപ്പോൾ അടുപ്പത്ത് വെക്കട്ടെ. നേരത്തെ ഞാൻ പരിപ്പാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത്. അത് ഞാൻ ഓർമ്മയില്ലാതെ ഞാനതിൽ കൂട്ടാനാണ് അടുപ്പത്ത് വെച്ചെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാനത് നോക്കണത് കേട്ടോ. അപ്പോൾ പരിപ്പാണ് ആദ്യം വേവിച്ച് വെച്ചത്. പിന്നെ അതാ ഈ ഒരു പച്ചമുളക് ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെടിയിൽ നിന്ന് ഉണ്ടാക്കി പൊട്ടിച്ച് വെച്ചതാണ്. നല്ല ഫ്രഷ് പച്ചമുളക് കേട്ടോ, നല്ല പച്ച കളറ്. അപ്പോൾ ഞാനിത് കറിക്കൊന്നും എടുത്തിട്ടില്ല, വെറുതെ ഇങ്ങനെ നടു കീറിയിട്ട് ഉപ്പിട്ടിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ നമ്മൾ ഉണ്ടാക്കണ മുളകാവുമ്പോൾ അധികം എരിവ് കാണില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ പൊരിച്ചാൽ. എനിക്കാണെങ്കിൽ ചോറിന് ഇങ്ങനെ ഒരു മുളകൊക്കെ കടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒരു കൂട്ടാനും ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു മുളകും ആ ചോറും അച്ചാറും ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ചോറിനും കേട്ടോ. അപ്പോൾ അത് ആ കറിയൊക്കെ വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ആ മുളക് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. മുളക് എനിക്കും സായിക്കും ഭയങ്കര ഇഷ്ടമാണ്. കിച്ചുവിന് അങ്ങനെ ഇഷ്ടമല്ല, ഇക്കി അങ്ങനെ കഴിക്കില്ല. ഞാനും സായിയാണ് കേട്ടോ മുളകിൻ്റെ ആൾ. സായി വെറുതെ എടുത്ത് കടിച്ച് തിന്നും. അവൻ ചോറിനൊന്നല്ല, വെറുതെ കണ്ടു കഴിഞ്ഞാൽ മുളകെടുത്ത് കഴിക്കും. അവനക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുർക്കയിലിട്ടത്, അതുപോലെ ഇങ്ങനെ മുളക്, അങ്ങനെയൊക്കെയുള്ള ആളാണ് കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് സായി. കിച്ചുവിന് അങ്ങനെയൊന്നുമില്ല. കിച്ചുവിന് വലിയ എരിവിനോട് അത്ര താല്പര്യമല്ല. നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിതുപോലെ നാട്ടിലാവുമ്പോഴും ഇതുപോലെ പച്ചക്കറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഉപ്പേരിക്കുള്ളതും ഒക്കെ ഞാൻ കൈപ്പക്ക പയറൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോറൊക്കെ തിന്നാൻ നോക്കട്ടെ. നേരെ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറൊന്ന് ഇന്നിപ്പോൾ കിടക്കാനും സമയമില്ല, പെട്ടെന്ന് ചോറൊന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.